ശങ്കർ തൻ്റെ മനസ്സിനെ 28 വർഷങ്ങൾ മുമ്പുള്ള ആ ദിവസങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അനന്തൻ ജയിലിൽ പോയതോടെ ഭാര്യ രാധികയും കുഞ്ഞും കുറച്ചുനാൾ ശങ്കറിൻ്റെയും രേഖയുടെയും കൂടെ അവരുടെ വീട്ടിൽ താമസിച്ചുവെങ്കിലും പിന്നീട് അനന്തൻ്റെ കേസിൻ്റെ വിധി വന്നതോടെ രാധിക എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞു. പിന്നീട് കുഞ്ഞിനെയും കൊണ്ട് അനന്തനും അവളും താമസിച്ചിരുന്ന വീട്ടിലേക്ക് തിരിച്ചുപോയി. വെറും 3 മാസം പ്രായമായ കുഞ്ഞിനെയും കൊണ്ട് ഒറ്റയ്ക്കൊരു പെണ്ണ് താമസിക്കുക എന്നത് വളരെ പ്രയാസമേറിയ കാര്യമായതുകൊണ്ട് ശങ്കറും രേഖയും അവൾ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നോക്കി. അത് അനന്തൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന വീടാണെന്നും തനിക്ക് ഒരു ദിവസം അവിടെ താമസിക്കണമെന്നും പിന്നെ തൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞ് രാധിക വാശി പിടിച്ചതോടെ ശങ്കറിന് പിന്നീട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീടുള്ള ദിവസങ്ങൾ രേഖ രാധികയെ ഫോണിൽ വിളിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോഴേക്കും അവൾ പറഞ്ഞിരുന്നത് അവൾ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണെന്നാണ്. ശങ്കറിന് അതിൽ സംശയമൊന്നുമില്ലായിരുന്നു. രാധിക അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ സുരക്ഷിതമായിട്ടുണ്ടാകാമെന്ന് ശങ്കർ വിശ്വസിച്ചു. പിന്നീട് 6 മാസങ്ങൾക്ക് ശേഷം ഒരു കോളിംഗ് ബെൽ കേട്ടിട്ടാണ് ശങ്കറും രേഖയും ഡോർ തുറക്കുന്നത്. തങ്ങളുടെ വീടിൻ്റെ വരാന്തയിൽ കിടക്കുന്ന അനന്തൻ്റെയും രാധികയുടെയും കുഞ്ഞിനെയും കണ്ടതും ഇരുവരും കാര്യം എന്താണെന്നറിയാതെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. അപ്പോഴാണ് ഗേറ്റിന് വെളിയിൽ നിർത്തിയിട്ടിരിക്കുന്ന ഓട്ടോയിൽ ധൃതിയിൽ കയറിപ്പോകുന്ന രാധികയെ ഇരുവരും കാണുന്നത്. ശങ്കർ ഓട്ടോയ്ക്ക് അരികിലേക്ക് ഓടിച്ചെന്നപ്പോഴേക്കും ഓട്ടോയിൽ കയറി അവൾ പോയിരുന്നു. കാര്യം എന്താണെന്നറിയാതെ ശങ്കർ കുഞ്ഞിനരികിലേക്ക് ചെന്നു. അപ്പോഴേക്കും രേഖ ആ കുഞ്ഞിനെ നിലത്തിൽ നിന്നും വാരിയെടുത്തു തൻ്റെ മാറോട് ചേർത്തിരുന്നു. കുഞ്ഞിനെ പൊതിഞ്ഞ ടർക്കിയിൽ ഒരു ലെറ്ററും കൂടി ഉണ്ടായിരുന്നു. അതിലെന്താണെന്നറിയാൻ ശങ്കർ അത് തുറന്ന് വായിച്ചു നോക്കി. ആ എഴുത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കണ്ടതും ശങ്കറും രേഖയും തറഞ്ഞു പോയിരുന്നു. അനന്തനുമായുള്ള വിവാഹത്തിന് മുൻപ് രാധിക ജോൺ എന്ന അന്യമതക്കാരനുമായി പ്രണയത്തിലായിരുന്നു. ഇരുവരുടെയും പ്രണയം രാധികയുടെ വീട്ടിൽ അറിയുകയും അവരതിനെ എതിർക്കുകയും ചെയ്തു. എന്നാൽ രാധിക ജോണിൻ്റെ കൂടെ മാത്രമേ ജീവിക്കുള്ളൂ എന്ന് വാശി പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് വീട്ടുകാർ ധൃതി പിടിച്ച് അനന്തനുമായുള്ള അവളുടെ കല്യാണം നടത്തുന്നത്. അനന്തൻ അവളെ ഒരിക്കൽ എവിടെയോ വെച്ച് കണ്ടിരുന്നു. അങ്ങനെയാണ് അവൻ രാധികയുടെ വീട്ടിൽ വിവാഹാലോചനയുമായി ചെല്ലുന്നത്. രാധിക ജോണിൻ്റെ കൂടെ ഇറങ്ങിപ്പോയാലോ എന്ന് ഭയന്ന് അവളുടെ വീട്ടുകാർ ധൃതി പിടിച്ച് ഇരുവരുടെയും കല്യാണം നടത്തി. വിവാഹശേഷം രാധിക ജോണിനെ പതിയെ മറന്നു തുടങ്ങിയിരുന്നു. എല്ലാം മറന്ന് അനന്തൻ്റെ കൂടെ ജീവിതം ആരംഭിക്കുകയും ചെയ്തു. ഇരുവർക്കും ഒരു കുഞ്ഞു ജനിച്ചു, അച്ചു എന്ന ആഗ്നേയ്. പിന്നീട് അനന്തൻ ജയിലിൽ പോയതോടെ 1 മാസത്തോളം രാധിക ശങ്കറിൻ്റെ വീട്ടിലായിരുന്നു. സുഹൃത്തിൻ്റെ ഭാര്യയെ സ്വന്തം പെങ്ങളെ പോലെ കണ്ട് ശങ്കർ അവൾക്കും കുഞ്ഞിനും ഒരു കുറവും വരാതെ അവരുടെ വീട്ടിൽ താമസിപ്പിച്ചു. അതിനിടയിലാണ് ജോണിൻ്റെ ഫോൺ കോൾ രാധികയെ തേടിയെത്തുന്നത്. ആശ്വാസവാക്കുകൾ പറഞ്ഞുകൊണ്ടായിരുന്നു ജോൺ രാധികയിലേക്ക് വീണ്ടും അടുത്തത്. ആകെ തകർന്നുപോയ രാധികയ്ക്ക് അവൻ്റെ വിളി ഒരാശ്വാസമായിരുന്നു. വൈകാതെ ജോൺ അവളിലേക്ക് പഴയതുപോലെ അടുക്കാൻ ശ്രമിച്ചു. നീണ്ട 28 വർഷങ്ങൾ താൻ അനന്തന് വേണ്ടി കാത്തിരുന്ന് സ്വന്തം ജീവിതം കളയേണ്ട ആവശ്യമുണ്ടോ എന്നും ഒരു ജയിൽ പുള്ളിയുടെ ഭാര്യയ്ക്ക് സമൂഹത്തിൽ അത്രയേ വില ഉണ്ടാവുകയുള്ളൂ എന്നും തന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാന്നുള്ള ജോണിൻ്റെ കപട വാക്കുകളിൽ രാധിക വീണുപോയി. അവൾ ജോണിനെ പഴയതുപോലെ കാണാൻ തുടങ്ങി. രാധികയും കുടുംബവും മുംബൈയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള മലയാളി കുടുംബമായിരുന്നു. ജോൺ പറഞ്ഞത് പ്രകാരമാണ് ശങ്കറിൻ്റെ വീട്ടിൽ നിന്നും അവൾ കള്ളം പറഞ്ഞിറങ്ങിയത്. അനന്തൻ്റെ വീട്ടിൽ ഒരു ദിവസം മാത്രമേ നിൽക്കുള്ളൂവെന്നും സ്വന്തം വീട്ടിലേക്ക് പോവുകയാണെന്നും അവൾ പറഞ്ഞത് പച്ചക്കള്ളായിരുന്നു. അനന്തൻ്റെ വീട്ടിൽ രാധികയോടൊപ്പം ജോണും പല രാത്രികളിൽ വന്നു പോവുമായിരുന്നു. ജോണിൻ്റെ കരുതലും സ്നേഹം കലർന്ന വാക്കുകളും ഒപ്പം തൻ്റെ കുഞ്ഞോടുള്ള അവൻ്റെ സ്നേഹവും കണ്ട് രാധിക അതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ചു. അച്ചുവിന് ഒരച്ഛൻ്റെ സ്നേഹം കൊടുക്കാൻ താൻ തയ്യാറാണെന്ന് പറഞ്ഞ ജോണിനോട് അവൾക്ക് പ്രണയത്തിനും അപ്പുറം ഒരു പ്രത്യേക മതിപ്പ് തോന്നിപ്പോയി. ദൈവം തങ്ങൾക്ക് ഒന്നിക്കാൻ വേണ്ടി വീണ്ടും അവസരം തന്നതാണെന്ന് കരുതി രാധിക അനന്തനെ മറന്നു വീണ്ടും ആ പഴയ രാധികയായി മാറി. ഒടുവിൽ ജോൺ അവന് വേണ്ടതൊക്കെ സ്വന്തമാക്കി കഴിഞ്ഞതും അവളിൽ നിന്നും അവൻ പതിയെ അകന്നു തുടങ്ങിയിരുന്നു. ആയിടക്കാണ് അവളുടെ ഉദരത്തിൽ ജോണിൻ്റെ കുഞ്ഞ് വളരുന്നുണ്ടെന്ന സത്യം അവൾ തിരിച്ചറിയുന്നത്. അവൻ്റെ വരവും വിളിയും ഒന്നുമില്ലാതായപ്പോൾ രാധിക അവനെ അന്വേഷിച്ചു അവൻ്റെ താമസ സ്ഥലത്തേക്ക് പോയി. അവിടെ കണ്ട കാഴ്ചയിൽ നിന്നും അവൾ മനസ്സിലാക്കിയായിരുന്നു പെണ്ണെന്നാൽ അവന് വെറും കാമം തീർക്കാനുള്ള വസ്തു മാത്രമാണെന്ന്. വിവാഹത്തിന് മുൻപ് നേടാൻ പറ്റാത്ത തൻ്റെ ശരീരം അവൻ പിന്നീട് വളഞ്ഞ വഴി ഉപയോഗിച്ച് നേടുകയായിരുന്നു. അവൻ തന്നെ പറ്റിക്കുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ രാധിക കുറ്റബോധത്താൽ നീറിപ്പുകഞ്ഞു. ഇനി അനന്തൻ്റെ ഭാര്യയാണെന്ന് പറയാനുള്ള യോഗ്യത പോലും തനിക്കില്ലെന്ന് മനസ്സിലാക്കി അവൾ ചിലതൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടി. ഇനി താൻ ജീവിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ലെന്ന് മനസ്സിലാക്കിയ രാധിക സ്വയം ജീവനൊടുക്കാൻ തീരുമാനിച്ചു. തൻ്റെ വയറ്റിലുള്ള ജോണിൻ്റെ കുഞ്ഞ് ഈ ഭൂമിയിൽ പിറവിയെടുക്കാൻ പാടില്ലെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു. ആ കുഞ്ഞിനോട് അവൾക്ക് ഒരു ദയവും തോന്നിയില്ല. പക്ഷെ ഒന്നും അറിയാത്ത തൻ്റെയും അനന്തൻ്റെയും കുഞ്ഞ് ആ കുഞ്ഞിനെ കൊല്ലാൻ അവൾക്ക് മനസ്സ് വന്നില്ല. ഈ കുഞ്ഞൊരിക്കലും പിഴച്ചവളുടെയോ കൊലപാതകയുടെയോ മകനായി വളരാൻ പാടില്ല എന്ന് കരുതിയ രാധിക അച്ചുവിനെ ശങ്കറിൻ്റെ വീട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു.
തൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നും താൻ മരിക്കാൻ പോവുകയാണെന്നും കുഞ്ഞിനെ കൊല്ലാൻ മനസ്സ് വരാത്തതുകൊണ്ട് അവിടെ ഉപേക്ഷിക്കുകയാണെന്നും അവനെ തൻ്റെ വീട്ടുകാർക്കോ ശങ്കറിൻ്റെ വീട്ടുകാർക്കോ വിട്ടുകൊടുക്കരുതെന്നും ഒരിക്കലും അവൻ്റെ മാതാപിതാക്കൾ ആരാണെന്നോ എവിടെയാണെന്നോ അറിയരുതെന്നും ഈ നശിച്ച നാട്ടിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തി ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടുവിടണമെന്നും ഈ പിഴച്ചവളുടെ മകനായി അവൻ അറിയപ്പെടാൻ പാടില്ല, അതിനാലാണ് അവനെ ഇവിടെ ഉപേക്ഷിക്കുന്നതെന്നും ആ എഴുത്തിൽ പറഞ്ഞിരുന്നു. തനിക്ക് സഹായം ചോദിക്കാൻ മറ്റാരും ഇല്ലെന്നും തന്നെ അന്വേഷിച്ചിനി വരരുതെന്നും അത് നിങ്ങൾക്കും ദോഷം മാത്രമേ ചെയ്യുള്ളൂവെന്നും ജോണിൻ്റെ ജീവൻ എടുത്തിട്ട് താൻ ഈ ലോകത്തോട് വിട പറയുകയുള്ളൂ എന്നും കൂടി ആ എഴുത്തിൽ കണ്ടതും ശങ്കറിന് അന്നേരം എന്ത് ചെയ്യണം എന്നറിയാതെയായി. അത്രയും പറഞ്ഞ് ശങ്കർ ഒന്ന് നിർത്തി. ആ സമയം ഞങ്ങളുടെ മനസ്സ് നിറയെ ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നതായിരുന്നു. രാധിക കൂടി മരിച്ച പിന്നീട് ആ കുഞ്ഞിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് ഊഹിക്കാൻ പറ്റാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ ആ കുഞ്ഞിനെ അനന്തൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ രാധികയുടെ വീട്ടിൽ ഏൽപ്പിക്കും. അച്ഛനും അമ്മയും ഇല്ലാതെ ആ കുഞ്ഞ് എല്ലാവർക്കും ഒരു അധികപ്പറ്റായി മാറുകയും ചെയ്യും. അതുകൂടാതെ സമൂഹം അവന് കൊലപ്പുള്ളിയുടെ മകനെന്നും പിഴച്ചവളുടെ മകനെന്നുള്ള ഓമന പേര് ചാർത്തി കൊടുക്കും. തൻ്റെയും രേഖയുടെയും മനസ്സ് പല വഴിക്കും സഞ്ചരിച്ചു. രാധിക പറഞ്ഞതുപോലെ ഒന്നും അറിയാത്ത ആ കുഞ്ഞിനെ അനാഥത്വത്തിലേക്ക് തള്ളിയിടാൻ എനിക്കോ രേഖക്കോ പറ്റുമായിരുന്നില്ല. കാരണം അതിൻ്റെ വേദന ആവുവോളം അനുഭവിച്ച് വളർന്നതാണ് താനും രേഖയും. ഞങ്ങൾ 2 പേരും അനാഥരാണ്. പഠിച്ചതും വളർന്നതൊക്കെയും ഓർഫനേജിലായിരുന്നു. രേഖയെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നേരെ ചെന്നത് മുംബൈയിലേക്കും. അവിടെ നിന്ന് കിട്ടിയ ആത്മാർത്ഥ സുഹൃത്താണ് അനന്തൻ. തങ്ങളുടെ 2 പേരുടെയും ലക്ഷ്യം ഒന്നായിരുന്നു. അതിനാൽ കയ്യിലുള്ള പണം സ്വരൂപിച്ചു ചെറിയ കച്ചവടം തുടങ്ങിയത്. ഏറെ വൈകാതെ കച്ചവടം കുറച്ചുകൂടി വിപുലീകരിച്ചു. ജീവിതം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുമ്പോഴാണ് തങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച ആ കൊലപാതകം നടക്കുന്നത്. അനന്തൻ്റെ മകനെ തെരുവിലേക്കോ അനാഥത്വത്തിലേക്കോ വലിച്ചെറിയാൻ എനിക്ക് പറ്റുമായിരുന്നില്ല. കുഞ്ഞിനെ ഞങ്ങൾ തന്ത്രപൂർവ്വം അന്ന് തന്നെ അവിടെ നിന്ന് മാറ്റി. രാധികയെക്കുറിച്ച് അന്വേഷിച്ചെങ്കിലും ഒരു വിവരവും കിട്ടിയിരുന്നില്ല. പിന്നീട് ഞങ്ങൾ പോലീസിൽ വിവരം അറിയിച്ചു. അതിനിടെ ജോണിനെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിലും കണ്ടെത്തി. 2 ദിവസത്തിന് ശേഷം രാധികയുടെ മൃതദേഹം പുഴയിൽ നിന്ന് കണ്ടെടുത്തു. കുഞ്ഞിനെയും കൊണ്ടായിരിക്കാം അവൾ പുഴയിൽ ചാടിയത് എന്നുള്ള പോലീസിന്റെ നിഗമനത്തിൽ കുഞ്ഞിനു വേണ്ടി മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം. രാധികയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസൊക്കെ ഒതുങ്ങിത്തീർന്നതും ഞാനും ഭാര്യയും നാട്ടിലേക്ക് തിരിച്ചെത്തി. തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ അച്ചുവിനെ അത്രയും നാളും താമസിപ്പിച്ചിരിക്കുകയായിരുന്നു. സുഹൃത്തായ അവനോട് പോലും പറഞ്ഞത് തൻ്റെയും രേഖയുടെയും കുഞ്ഞെന്ന് തന്നെയാണ്. അപ്പോഴേക്കും അവൻ തങ്ങൾക്ക് സ്വന്തം മകനായി കഴിഞ്ഞിരുന്നു. ആ സമയത്ത് രേഖ 5 മാസം ഗർഭിണിയായിരുന്നു. കണ്ണനെ പ്രസവിക്കുമ്പോൾ അച്ഛന് 1 വയസ്സും 1 മാസവും മാത്രമായിരുന്നു പ്രായം. കണ്ണനോടൊപ്പം അവൾ അച്ചുവിനെയും പാലൂട്ടി വളർത്തി. കണ്ണനേക്കാൾ എനിക്കും അവൾക്കും പ്രിയം അച്ചുവിനോടായിരുന്നു. ചിലപ്പോൾ താൻ കരുതും സഹതാപം കൊണ്ടാണെന്ന്. അല്ല, ഒരിക്കലും ഞങ്ങൾ അവനെ സഹതാപത്തോടൊന്നും നോക്കിയിട്ട് പോലുമില്ല. അവൻ ഞങ്ങളുടെ മകനാണെന്ന് സമൂഹത്തെ വിശ്വസിപ്പിക്കുന്നതിനോടൊപ്പം ഞങ്ങളും വിശ്വസിച്ചു. കണ്ണനും അച്ചുവും അവർ വന്നതോടെ എൻ്റെ ജീവിതം മാറി മറിഞ്ഞു. പാതി വഴിക്ക് നിന്നുപോയ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുക എന്നതായിരുന്നു പിന്നീട് എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ കുറച്ചധികം കഷ്ടപ്പെട്ടുവെങ്കിലും പിന്നീട് ഞാൻ ഓരോന്നായി വെട്ടിപ്പിടിക്കുകയായിരുന്നു. കൂടെ എന്തിനും ഏതിനും ഇടവും വലവുമായി എൻ്റെ മക്കളും ഉണ്ടായിരുന്നു. പഠിക്കുന്ന സമയത്ത് പോലും അവരെന്നെ സഹായിക്കാൻ വേണ്ടി ഉറക്കളിച്ച് എൻ്റെ കൂടെ നടന്നിട്ടുണ്ടെന്നറിയോ. വൈകാതെ SM ഗ്രൂപ്പ് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വളർന്നു. ഡോക്ടറാവാൻ വേണ്ടി പഠിക്കുന്ന അച്ചുവിനെ മുന്നിൽ കണ്ടാണ് SM മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പണി കഴിപ്പിച്ചത്. MBBS കഴിഞ്ഞ് തുടർ പഠനത്തിന് വേണ്ടി അവൻ വിദേശത്തേക്ക് പറന്നു. പഠനം കഴിഞ്ഞ് തിരിച്ചു വന്ന അവന് ഞാൻ സമ്മാനിച്ചതാണ് SM ഹോസ്പിറ്റലിൻ്റെ MD സ്ഥാനം. പിന്നീട് അവൻ അറിയപ്പെടുന്ന ന്യൂറോ സർജനായി. അച്ചുവിൻ്റെ കയ്യിൽ SM ഹോസ്പിറ്റൽ ഭദ്രമായിരുന്നു. അച്ചുവിൻ്റെ റോൾ മോഡൽ ഞാനാണെങ്കിൽ കണ്ണൻ്റെ റോൾ മോഡൽ അച്ചു ആയിരുന്നു. ഇരുവരും കൂട്ടുകാരെ പോലെയാണ് വളർന്നത്. അവരൊരിക്കലും ഒന്നിനും വേണ്ടിയും വഴക്കിടരുതെന്നും പിണങ്ങരുതെന്നും ഞാൻ അന്നും ഇന്നും ആഗ്രഹിക്കുന്നു. എൻ്റെ കണ്ണടയും വരയും അവരെ ഇതുപോലെ തന്നെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എൻ്റെ മക്കളായിരുന്നു എൻ്റെ വിജയം. എൻ്റെ മക്കളാണ് എൻ്റെ ധനം. എൻ്റെ മക്കളാണ് എൻ്റെ ജീവശ്വാസം പോലും. എൻ്റെ മക്കൾ അതിൻ്റെ സ്വകാര്യ അഹങ്കാരം തന്നെയായിരുന്നു. അങ്ങനെയുള്ള എൻ്റെ മകൻ ഒരു നാൾ എൻ്റെ മുന്നിൽ വന്ന് ഞാൻ നിങ്ങളുടെ ആരാണെന്ന് ചോദിക്കാനിടയാൽ അതോടെ അവസാനിക്കും ശങ്കർ മഹാദേവൻ്റെ ജീവിതയാത്ര. അതോടെ ഞാൻ വെറും വട്ടപൂജ്യമായി മാറും. അത്രയും പറഞ്ഞ് അയാൾ നിർത്തി. ഒന്ന് ദീർഘമായി നിശ്വസിച്ചു അയാൾ സോഫയിൽ വന്നിരുന്നു. അങ്കിൾ ഇങ്ങനെ തളർന്നാൽ എങ്ങനെയാ? ഇനി നമ്മുടെ മുന്നിൽ ഒരു ലക്ഷ്യമുള്ളൂ. നിരഞ്ജൻ അയാളുടെ മകനാണെന്നൊഴികെ ബാക്കിയുള്ള സത്യങ്ങൾ, അതായത് അയാളുടെ ഭാര്യയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അയാൾ പറഞ്ഞ് മനസ്സിലാക്കുക. അയാൾ നിങ്ങളോട് സ്വത്തും പണവും ആവശ്യപ്പെടുന്നത് അയാൾക്ക് അതിനോടുള്ള ആർത്തി കൊണ്ടോ ജീവിക്കാനുള്ള മോഹം കൊണ്ടോ ഒന്നുമല്ല. നിങ്ങളെ ഭീഷണിപ്പെടുത്തി ഓരോന്ന് നേടി നിങ്ങളൊന്നും അല്ലാതാക്കി മാറ്റി നിങ്ങളെയും മക്കളെയും തമ്മിൽ തെറ്റിക്കുക എന്നതാണ്. ഇങ്ങനെ പോയാൽ ഏറെ വൈകാതെ അത് സംഭവിക്കും. പിന്നീട് അവർ സത്യങ്ങൾ അന്വേഷിച്ചിറങ്ങും. അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയേ ഉള്ളൂ.
അങ്കിൾ അയാളെ വിളിച്ച് എവിടെയെങ്കിലും വെച്ച് കാണണമെന്ന് പറയണം. എന്നിട്ട് അയാളെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയാണ് വേണ്ടത്. വേണമെങ്കിൽ ഞാനും കൂടെ വരാം. അജിൻ അത് പിന്നെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട അനന്തൻ ഇന്നും ജീവിക്കുന്നത് തൻ്റെ സ്നേഹനിധിയായ ഭാര്യയുടെ ഓർമ്മകളിലാണ്. പല തവണയായിട്ടുള്ള ഫോൺ സംഭാഷണത്തിൽ ഞാനത് തിരിച്ചറിഞ്ഞതാണ്. അങ്ങനെയുള്ള തൻ്റെ ഭാര്യ പോലും തന്നെ തോൽപ്പിച്ച് കളഞ്ഞു എന്നറിയുമ്പോൾ അവൻ നെഞ്ചുപൊട്ടി മരിച്ചു പോവും. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവന് രാധികയെ. എൻ്റെ അങ്കിൾ, ഈ സമയത്ത് നമ്മൾ മറ്റുള്ളവരുടെ ഭാഗം നോക്കി നിന്നാൽ അവസാനം നമ്മളിൽ നിന്ന് കരയേണ്ടി വരും. അജിൻ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാക്കിയ ശങ്കർ അത് ശരിവെച്ച് സമ്മതം മൂളി. അങ്ങനെ നാളെ അനന്തനെ കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഇരുവരും പിരിയുന്നു. അജിൻ യാത്ര പറഞ്ഞു പോയതിന് പിന്നാലെ ശങ്കറും ഓഫീസിലേക്ക് പോയിരുന്നു. ശങ്കറും അജിനും സംസാരിച്ചത് മുഴുവനും കേട്ടു നിന്ന വർഷയ്ക്കും മേഘയ്ക്കും ഇക്കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെയായി. ഇരുവരും സെറ്റിയിൽ തളർന്നിരുന്നു. തങ്ങൾ ഇക്കാര്യം അറിഞ്ഞുവെന്ന് അച്ഛൻ ഒരിക്കലും അറിയരുതെന്ന് ഇരുവരും ആഗ്രഹിച്ചിരുന്നു. അറിഞ്ഞ ആ മനുഷ്യൻ തകർന്നു പോകുന്ന അവർക്ക് അറിയാമായിരുന്നു. അച്ഛനിപ്പോൾ കടന്നു പോകുന്ന മാനസികാവസ്ഥ ഇരുവരും തിരിച്ചറിഞ്ഞിരുന്നു. അതിനാൽ എല്ലയ്ക്കും ഉള്ളിനും കേടില്ലാതെ ഈ കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ശങ്കറിൻ്റെ ഫോൺ അവിടെ സോഫയുടെ ഒരു കോർണറിൽ റിംഗ് ചെയ്യുന്നത് ഇരുവരും കാണുന്നത്. ഫോൺ അന്നേരം സൈലന്റ് മോഡിലായിരുന്നു ഉണ്ടായിരുന്നത്. ആരാണ് വിളിച്ചതെന്ന് അറിയാൻ മേഘ ഫോൺ കയ്യിലെടുത്തു. ഡിസ്പ്ലേയിൽ അനന്തൻ എന്ന് കണ്ടതും മേഘ വർഷയ്ക്ക് നേരെ ഫോൺ നീട്ടി. വർഷ ഫോൺ വാങ്ങി കൂടുതൽ ആലോചിച്ച് നിൽക്കാതെ ആൻസർ ബട്ടൺ അമർത്തി കാതോടടുപ്പിച്ചു. ശങ്കറാണെന്ന് കരുതി മറുഭാഗത്തുള്ള ഇയാൾ സംസാരത്തിന് തുടക്കം കുറിച്ചു. ഹലോ മിസ്റ്റർ ശങ്കർ മഹാദേവൻ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് തന്നിൽ നിന്ന് ഒരു അനുകൂലമായ മറുപടി കിട്ടാത്തതുകൊണ്ടേ ഞാൻ എൻ്റെ പ്ലാനുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. എൻ്റെ ആദ്യ പ്ലാൻ എന്താണെന്ന് തനിക്കറിയണ്ടേ? തൻ്റെ മൂത്ത മകൻ കുറച്ചകലെ ഒരു കുഗ്രാമത്തിൽ മെഡിക്കൽ ക്യാമ്പിന് പോയിരിക്കുമല്ലേ? ഇത് ഡോക്ടറുടെ ലാസ്റ്റ് ക്യാമ്പ് ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവസാനമായി പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകി തൻ്റെ മകനെ ഞാനങ്ങ് സ്വർഗത്തിലേക്ക് അയച്ചാലെങ്ങനെ ഇരിക്കും? മെഡിക്കൽ ക്യാമ്പ് കഴിഞ്ഞ് തിരികെ മടങ്ങിയായിരുന്ന യുവ ഡോക്ടർ സഞ്ചരിച്ച കാർ യാത്രക്കിടെ പൊട്ടിത്തെറിച്ചു. RIP ഡോക്ടർ നിരഞ്ജൻ ശങ്കർ. ഇത്രയും പറഞ്ഞ് അനന്തൻ പൊട്ടിച്ചിരിച്ചു. ഇതൊക്കെ കേട്ട് വർഷ ഒരക്ഷരം മിണ്ടാനാവാതെ തറഞ്ഞു പോയിരുന്നു. അവളുടെ കണ്ണിൽ നിന്നും നീർത്തുള്ളികൾ ചാലിട്ടൊഴുകി. ഇത് കണ്ട മേഘ കാര്യം അറിയാതെ അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി സ്പീക്കർ മോഡിലിട്ടതും അനന്തൻ സംസാരം വീണ്ടും ആരംഭിച്ചു. തൻ്റെ ഡോക്ടർ മോനെ കൊല്ലാൻ സമയമായിട്ടില്ല. മോനിപ്പോൾ പോയതല്ലേ ഉള്ളൂ. എൻ്റെ മിഷൻ ആരംഭിക്കുന്നത് ഇന്ന് വൈകുന്നേരമാണ്. അതുവരെ തനിക്ക് സമയമുണ്ട്. ഞാനൊരു ലൊക്കേഷൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് തൻ്റെ എല്ലാ സ്വത്തുക്കളുടെ ഡോക്യുമെൻറ്റ്സുമായി 1 മണിക്കൂറിനുള്ളിൽ എത്തണം. താൻ വന്ന ഒരു പക്ഷേ ഞാൻ തൻ്റെ മോനെ വെറുതെ വിടാം. അല്ലെങ്കിലേ തൻ്റെ മോൻ്റെ കാര്യം ഞാനങ്ങ് കാലനെ ഏൽപ്പിക്കും. പിന്നെ മോനെ വിളിച്ചത് അറിയിക്കാമെന്ന് കരുതിയേ അതിബുദ്ധി കാണിക്കണ്ട. കൂടുതലൊന്നും പറയാതെ അയാൾ ഫോൺ ഡിസ്കണക്ട് ചെയ്തിരുന്നു. തൊട്ടടുത്ത നിമിഷം അനന്തൻ ആ ഫോണിലേക്ക് ഒരു ലൊക്കേഷൻ ഷെയർ ചെയ്തിരുന്നു. ഈ സമയത്ത് 2 പേരും കരഞ്ഞതുകൊണ്ടോ ചിന്തിച്ച് സമയം കളഞ്ഞു നിന്നതുകൊണ്ടോ ഒന്നും നടക്കില്ല. ധൈര്യം കൈവിടാതെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നും കരുതി ഇരുവരും അനന്തൻ ആവശ്യപ്പെട്ട ഡോക്യുമെന്റ്സ് ഒക്കെയായി അനന്തൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാൻ തീരുമാനിച്ചു. മേഘയെ കാവൽ നിർത്തി വർഷ ശങ്കറിന്റെ മുറിയിലെ ലോക്കർ തുറന്ന് കിട്ടിയ ഫയൽസ് ഒക്കെ എടുത്ത് കൈ പിടിച്ചു. അതിൻ്റെ കൂടെ രാധികയുടെ ആ പഴയ എഴുത്തുകൂടി ഉണ്ടായിരുന്നു. വർഷ വ്യക്തമായ ഉദ്ദേശത്തോടെ അതുകൂടി കയ്യിൽ ഭദ്രമായി കരുതി ലോക്കർ പൂട്ടി മുറിയും പൂട്ടി അമ്മ കാണാതെ ഡോക്യുമെന്റ്സ് ഒക്കെയും വണ്ടിയിൽ വെച്ച് അമ്മയോട് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് വിഹാന്റെ വണ്ടി എടുത്ത് ധൃതിയിൽ അവിടുന്ന് പോയി. മേഘ ആയിരുന്നു ഡ്രൈവ് ചെയ്തത്. ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ ഇരുവരും ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു പാഞ്ഞു. കൃത്യം 1 മണിക്കൂർ കൊണ്ട് അവർ ശങ്കർ മഹാദേവൻ പറഞ്ഞ സ്ഥലത്തെത്തി. വിജനമായ ഒരു വലിയ കോമ്പൗണ്ടിനുള്ളിൽ ഒരു വലിയ കെട്ടിടം. പരിസരത്ത് ഒരു മനുഷ്യനോ വണ്ടിയോ അനക്കമോ ഒന്നുമില്ലായിരുന്നു. അതൊരു വീടാണോ ഗുണ്ടാ താവളമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കെട്ടിടം. വണ്ടിയിൽ നിന്നും ഇറങ്ങി ഇരുവരും അകത്തേക്ക് നടന്നു. അനന്തൻ എന്ന വ്യക്തിയെ പറ്റി ഇരുവർക്കും ഏകദേശ ധാരണ കിട്ടിയിരുന്നു. അതിനാൽ അയാളുടെ മുന്നിലേക്ക് പോവാൻ അവർക്ക് പേടി തോന്നിയിരുന്നില്ല. മറ്റുള്ള ഗുണ്ടാത്താവളം പോലെ തോക്കും പിടിച്ചു ചുറ്റിലും ഗുണ്ടകളൊന്നും ഇല്ലായിരുന്നു. തികച്ചും ശാന്തമായ ഒരു അന്തരീക്ഷം. ശങ്കറിനെ പ്രതീക്ഷിച്ച അനന്തന്റെ മുന്നിലേക്ക് വരുന്ന 2 പെൺകുട്ടികളെ കണ്ടതും ഒറ്റ നോട്ടത്തിൽ അത് ശങ്കറിന്റെ മരുമക്കളാണെന്ന് അനന്തന് മനസ്സിലായി. അയാളുടെ ചുണ്ടിൽ ഒരു പ്രത്യേകതരം ചിരി വിരിഞ്ഞു. വരണം വരണം, ശങ്കറിന്റെ പ്രിയപ്പെട്ട മരുമക്കളാണെന്നറിയാം. നിങ്ങളെ ഞാനിവിടെ തീരെ പ്രതീക്ഷിച്ചില്ല. ഇതിപ്പോൾ എനിക്ക് കാര്യം എളുപ്പമായി. അറിഞ്ഞുകൊണ്ട് സിംഹമടയിൽ ചെന്നുപെട്ട 2 മാൻകുഞ്ഞുങ്ങൾ. എന്താണ് നിങ്ങളുടെ വരവിന് പിന്നിലുള്ള ഉദ്ദേശം? അയാൾ ഗൗരവത്തിൽ ചോദിച്ചു. നിങ്ങൾ അച്ഛൻ്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നില്ലേ? ആ സമയം ഫോൺ എടുത്തത് അച്ഛനായിരുന്നില്ല, ഞങ്ങളായിരുന്നു. നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയെങ്കിലും ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചൂടെ? വർഷ അയാളെ നോക്കി പതറാതെ പറഞ്ഞു. വെറുതെ വിടാനോ? അതിനെ ഈ അനന്തൻ അങ്ങ് തീരണം. അല്ല, ഞാൻ ആരാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണോ മക്കൾ എന്നെ തേടി ഇറങ്ങിയത്? എൻ്റെ ഹിസ്റ്ററി മുഴുവൻ മക്കൾ അറിഞ്ഞു കാണോ ആവോ? 5 പേരെ തുണ്ടം തുണ്ടമാക്കിയവനാ ഞാൻ.
അതറിഞ്ഞപ്പോഴാണ് നിങ്ങളോട് എനിക്ക് ഇത്തിരി ബഹുമാനം തോന്നിയത്. വർഷ അയാളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു. ബഹുമാനമോ? എന്നോടോ? എന്തിന്? ഞാൻ നിങ്ങളുടെ കുടുംബശത്രുവാണ്. ആ കുടുംബത്തിലെ നീയടക്കമുള്ള ഓരോരുത്തരുടെയും കാലനാണ് ഞാൻ. ആയിരിക്കാം, പക്ഷേ നിങ്ങൾ ആ 5 പേരെ എന്തിനാണ് കൊന്നതെന്നും അന്ന് എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞപ്പോൾ അനന്തനാരായണൻ എന്ന വ്യക്തിയോട് എന്തോ ചെറിയൊരു അടുപ്പം തോന്നിപ്പോയി. നിങ്ങൾ ഞങ്ങളെ കൊല്ലാൻ നടക്കുകയാണെന്ന് അറിഞ്ഞിട്ടും ഇങ്ങോട്ട് വന്നതേ നിങ്ങൾക്ക് അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാം എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ്. നിങ്ങളിപ്പോൾ ഞങ്ങളോട് കാണിക്കുന്ന പകയും അതിൻ്റെ കാരണവും ഒക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങളുടെ ഈ വരവ്. നമ്മൾ കേട്ടത് മുഴുവനും സത്യമാവണമെന്നില്ല. സത്യം മറച്ചു പിടിക്കാൻ പലരും പറഞ്ഞുണ്ടാക്കിയ കഥകൾ വിശ്വസിച്ചു നിങ്ങളൊരു പാവം മനുഷ്യനെ അവിശ്വസിച്ചു. അയാൾക്ക് പറയാനുള്ളത് പോലും കേൾക്കാതെ നിങ്ങൾ അയാളെ കുറ്റക്കാരനാക്കി. ഓഹോ, അപ്പം അച്ഛൻ മക്കളെ കള്ളക്കഥ പറഞ്ഞു വിശ്വസിപ്പിച്ച് ഇങ്ങോട്ട് വിട്ടതാ? എനിക്ക് കാണേണ്ടതേ അവനെയാണ്, ആ ശങ്കരനെ. ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ്റെ ഫോൺ വീട്ടിൽ വെച്ച് മറന്നു പോയതാ. റിങ് കണ്ടപ്പോൾ ഞങ്ങൾ എടുത്തു. നിങ്ങൾ സംസാരിച്ചത് മുഴുവനും എന്നോടായിരുന്നു. നിങ്ങൾക്ക് വേണ്ടത് ഇതൊക്കെയല്ലേ? പകരം എനിക്കെൻ്റെ ഭർത്താവിന് ജീവനോടെ വേണം. നിങ്ങൾ ശിക്ഷിക്കുന്നത് മുഴുവനും നിരപരാധികളായ മനുഷ്യരെയാണ്. ഡോക്ടർ നിരഞ്ജൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുന്നത്? അദ്ദേഹം ശങ്കറിൻ്റെ മകനായതുകൊണ്ടാണോ? ഈ ശങ്കർ ഒരു കാലത്ത് നിങ്ങൾക്ക് ആരായിരുന്നു? ആ ശങ്കറിനെ നിങ്ങൾ എത്രത്തോളം വെറുക്കാൻ കാരണം നിങ്ങളുടെ ഭാര്യയുടെ മരണത്തോടെയല്ലേ? നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്ത് പറ്റിയതാണെന്ന് നിങ്ങൾ ശരിക്കും അന്വേഷിച്ചോ? ഇല്ല. പകരം പലരും പറഞ്ഞ കഥകൾ നിങ്ങൾ വിശ്വസിച്ചു. സ്വന്തം ഭാര്യ നിങ്ങളെ വഞ്ചിച്ചത് തിരിച്ചറിയാതെ നിങ്ങൾ ആത്മാർത്ഥ സുഹൃത്തിനെ വഞ്ചകനായി മുദ്രകുത്തി. അതൊക്കെ പോട്ടെ, നിങ്ങളുടെ സ്നേഹനിധിയായ ഭാര്യയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? നിങ്ങളുടെ ഭാര്യയ്ക്ക് വിവാഹത്തിന് മുൻപ് ഒരു പ്രണയം ഉണ്ടായിരുന്നു. അതറിയായിരുന്നോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് അക്കാര്യം പറഞ്ഞിരുന്നു? വർഷ പൊട്ടിത്തെറിച്ചുകൊണ്ട് അയാൾക്ക് നേരെ ചോദ്യം ഉന്നയിച്ചു. നീ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് വല്ല ബോധമുണ്ടോ? അവൾ എൻ്റെ ആരായിരുന്നെന്നറിയോ? എൻ്റെ പ്രാണനായിരുന്നു, എൻ്റെ ജീവനായിരുന്നു, എൻ്റെ ജീവിതമായിരുന്നു അവളെ ആ ശങ്കർ. വർഷയുടെ കവളിൽ അനന്തൻ്റെ പിടിമുറുക്കിയതും മേഘ അയാളെ പിടിച്ചു തള്ളിക്കൊണ്ട് പറഞ്ഞു. അതൊക്കെ നിങ്ങൾക്ക്. പക്ഷേ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ആത്മാർത്ഥമായി ഒരിക്കൽ പോലും സ്നേഹിച്ചിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ജയിലിൽ കിടക്കുന്ന ഭർത്താവിനെ മറന്ന് മുൻകാമുകനോടൊപ്പം കിടക്ക പങ്കിടുമോ? അവർ നിങ്ങളെക്കാൾ സ്നേഹിച്ചത് അവനെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ജയിലിലായപ്പോൾ അവർ വീണ്ടും കാമുകനെ വിളിച്ച് കൂടെ പൊറിപ്പിച്ചത്. എന്നിട്ട് നിങ്ങൾ ഇപ്പോഴും അവരെ പൂവിട്ട് പൂജിക്കുന്നു. മേഘ പറഞ്ഞതുകൂടി കേട്ടതും അനന്തൻ മേഘയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു. അവൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. അത് കണ്ട് വർഷ ഉറക്കെ പറഞ്ഞു, കൊല്ല്, ഞങ്ങളെ കുടുംബത്തോടെ ഒന്നടങ്കം കൊല്ല്. എന്നാലെങ്കിലും നിങ്ങളുടെ പക അടങ്ങുന്നെങ്കിൽ അടങ്ങട്ടെ. പക്ഷെ നിങ്ങൾ അപ്പോഴും അറിയുന്നില്ല, നിങ്ങൾ ഇല്ലാതാക്കിയവരിൽ നിങ്ങളുടെ രക്തത്തിൽ പിറന്ന മകനുണ്ടായിരുന്നുവെന്ന്. വർഷ പറഞ്ഞ വാക്കുകൾ അനന്തൻ്റെ കാതിൽ തുളച്ചു കയറി. മേഘയിൽ നിന്നുള്ള പിടിവിട്ട് അയാൾ വർഷയ്ക്ക് നേരെ വല്ലാത്ത ഭാവത്തിൽ തിരിഞ്ഞോട് ചോദിച്ചു, നീ എന്താ പറഞ്ഞേ? എൻ്റെ മകനെ ഞാൻ കൊല്ലുവെന്നോ? അതിനവൻ ജീവിച്ചിരിപ്പുണ്ടായിട്ട് വേണ്ടേ? അത്രയും പറഞ്ഞ് അയാൾ അട്ടഹസിച്ചു. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങളുടെ ഈ കൊലച്ചിരി? നിങ്ങൾ കരുതും പോലെ നിങ്ങളുടെ മകൻ മരിച്ചിട്ടില്ല, ഇപ്പോഴും ജീവനോടെയുണ്ട്. എവിടെയാണെന്നല്ലേ? നിങ്ങളുടെ തൊട്ടരികിൽ. ആരാണെന്നല്ലേ? പറയാം. നിങ്ങൾ കുറച്ചു മുമ്പ് ഏതോ ഒരു ഡോക്ടറെ കൊല്ലുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? ഡോക്ടർ നിരഞ്ജൻ ശങ്കർ, എൻ്റെ ഭർത്താവ്, എൻ്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിൻ്റെ അച്ഛൻ. അതാണ് നിങ്ങൾ മരിച്ചു എന്ന് കരുതുന്ന നിങ്ങളുടെ മകൻ, നിങ്ങളുടെ സ്വന്തം ചോര. പക്ഷെ ഇന്നവൻ നിങ്ങളുടെ മകനല്ല. ശങ്കർ മഹാദേവൻ എന്ന പാവ മനുഷ്യൻ ആറ്റുനോറ്റ് വളർത്തിയ മകനാണ് ഡോക്ടർ നിരഞ്ജൻ എന്ന നിങ്ങളുടെ അച്ചു. ഒരുപക്ഷെ നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ പുറത്താവാം ഇപ്പോഴും ശങ്കർ അച്ചു എന്ന ചെല്ലപ്പേരിൽ മകനെ വിളിക്കുന്നത്. അത് കേട്ടതും അനന്തൻ ഉറക്കെ ചിരിച്ചു. ഈ കഥ ആരുടെ രചനയാ? അച്ഛൻ്റെയോ അതോ മരുമക്കളുടെയോ? ഏതായാലും കൊള്ളാം. പക്ഷേ ഈ കള്ളക്കഥയൊന്നും കേട്ട് മനസ്സ് മാറി ചിന്തിക്കാൻ അനന്തൻ ശങ്കറിൻ്റെ അത്ര മണ്ടനല്ല. നിങ്ങളിതേ പറയുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ സത്യമല്ലാതായി മാറുന്നില്ലല്ലോ. ഇതാ വായിച്ചു നോക്ക്, നിങ്ങളുടെ ഭാര്യ സ്വന്തം കൈപ്പടയിൽ എഴുതിയതാ. ഈ കടലാസിൻ്റെ പഴക്കം ശ്രദ്ധിച്ചാൽ മതിയാവും ഇത് എത്രയോ വർഷങ്ങൾക്ക് മുൻപേ ഉള്ളതാണെന്ന്. ഇനിയും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഭാര്യയുടെ പഴയ ബുക്കോ മറ്റുണ്ടെങ്കിൽ കൈയക്ഷരങ്ങൾ തമ്മിൽ മാച്ചാവുന്നുണ്ടോ എന്ന് നോക്ക്. എന്നിട്ടും നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലേ? നിങ്ങൾ നടപ്പിലാക്കുന്ന വിധി എന്താണോ അത് ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. അല്ലെങ്കിലും ഇങ്ങനെ തീ തിന്ന് ജീവിക്കുന്നതിലും ഭേദം അതാണ്. വർഷ നീട്ടിയ എഴുത്ത് അയാൾ വാങ്ങിച്ചു. അത് മുഴുവനും വായിച്ചതും അയാൾ അവിടെ ഉണ്ടായിരുന്ന കസേരയിലേക്ക് തളർന്നു വീഴുകയായിരുന്നു. ഇത്രയും നാൾ തൻ്റേത് മാത്രമായിരുന്നെന്ന് കരുതി സ്നേഹിച്ച പെണ്ണ് തന്നെ വഞ്ചിച്ച കഥ അറിഞ്ഞപ്പോൾ ഇത്രയും നാൾ അയാൾ പകയുടെയും പ്രതികാരത്തിൻ്റെയും പേരിൽ അണിഞ്ഞിരുന്ന ക്രൂരൻ എന്ന മുഖംമൂടി അവിടെ അഴിഞ്ഞു വീഴുകയായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും അവനെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് രാധികയുടെ മധുരമുള്ള ഓർമ്മകളാണ്. അതൊക്കെ തനിക്ക് മുന്നിൽ അവൾ നടത്തിയ വെറും നാടകമായിരുന്നെന്ന് മനസ്സിലായതും അയാളുടെ ഹൃദയം അലമുറയിട്ടുകൊണ്ടേയിരുന്നു. ഇപ്പം മനസ്സിലായില്ലേ ആരെയാണ് ചതിച്ചതെന്ന്?
ഇതിലെവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ശങ്കർ എന്ന നിങ്ങളുടെ സുഹൃത്ത് ഒരു ചതിയനായിരുന്നു എന്ന്? നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാവും തൻ്റെ മകനെ തന്നിൽ നിന്ന് അകറ്റി അച്ഛനെന്ന അവകാശം പോലും നിഷേധിച്ച ശങ്കറിനെ മറ്റെന്ത് പേരിട്ട് വിളിക്കുമെന്ന്. അല്ല, ഒരിക്കലും അല്ല. അദ്ദേഹം കാണിക്കുന്നത് ഒരു അച്ഛൻ്റെ അവകാശമാണ്. ജന്മം കൊണ്ടല്ലാതെ കർമ്മം കൊണ്ടും ഒരു നല്ല അച്ഛനാവാൻ പറ്റുമെന്ന് തെളിയിച്ച ഒരു യഥാർത്ഥ പിതാവിൻ്റെ അവകാശം തൻ്റെ മകൻ്റെ മനസ്സ് പൂർണ്ണമായി അറിയാവുന്ന ഒരച്ഛൻ ചെയ്യുന്നതേ ഇപ്പം ഞങ്ങളുടെ അച്ഛനും ചെയ്യുന്നുള്ളൂ. അച്ഛനെ പോലെ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എൻ്റെ അച്ചേട്ടൻ ഇതൊന്നും അറിയാൻ പാടില്ല. എൻ്റെ അച്ചേട്ടൻ്റെ മനസ്സ് തകരുന്നതോ ജീവൻ നശിക്കുന്നതോ കരിയർ നശിക്കുന്നതോ ഒന്നും എനിക്ക് സഹിക്കില്ല. കാരണം അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്. അദ്ദേഹം ഇല്ലെങ്കിൽ പിന്നെ ഞാനും ഇല്ല. ദയവ് ചെയ്ത് അച്ഛനെന്ന അവകാശം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വരരുത്. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ സ്വന്തം മകനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും അത്. അതിലൂടെ ഇല്ലാതാവാൻ പോകുന്നത് നിങ്ങളുടെ മകൻ്റെ ജീവിതം മാത്രമല്ല, എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും ജീവിതം കൂടിയാണ്. പ്ലീസ് ഞങ്ങളെ വെറുതെ വിട്ടേക്ക്. നിങ്ങളുടെ മകനെ നിങ്ങൾ ഒരിക്കലും അച്ഛനായി കാണാനോ സ്നേഹിക്കാനോ പറ്റില്ല. നിങ്ങളുടെ ജീവിതം പലരും ചേർന്ന് ഇല്ലാതാക്കി. ഇനി നിങ്ങളുടെ മകൻ്റെ ജീവിതം കൂടി ഇല്ലാതാക്കണോ? ഇനിയൊന്നും കേൾക്കാനുള്ള ശക്തി അയാൾക്കില്ലായിരുന്നു. അയാൾ വർഷക്ക് നേരെ കൈ ഉയർത്തി തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോ? നിനക്ക് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പോവാം. ഞാൻ ആരുടെ ജീവിതത്തിലും ഒരു വിലങ്ങുതടിയായി വരില്ല. ഞാനായിട്ട് എൻ്റെ മകൻ്റെ ജീവിതം നശിപ്പിക്കില്ല. ഞാൻ എന്നേ തോറ്റുപോയവനാ, പക്ഷെ ഒരിക്കലും തളർന്നു പോയിരുന്നില്ല. പക്ഷെ നിന്നിലൂടെ ഞാൻ അറിഞ്ഞ സത്യങ്ങൾ അതിനെങ്ങനെ വല്ലാതെ തളർത്തി കളഞ്ഞു. ഇനി നിങ്ങൾക്ക് പോവാം. നീ വരുമ്പോൾ കൊണ്ടുവന്നതൊക്കെയും കൊണ്ടുപോയിക്കോളൂ. എനിക്ക് ആരുടെയും സ്വത്തോ പണമോ ഒന്നും വേണ്ട. ശങ്കറിൻ്റെ കയ്യിൽ നിന്നും ഞാൻ വാങ്ങിയ പണം അതൊക്കെ ശങ്കറിൻ്റെ അക്കൗണ്ടിലേക്ക് വൈകാതെ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കാം. നാളെ തന്നെ ഞാനിവിടെ നിന്ന് മടങ്ങും. ഇനി തമ്മിൽ കണ്ടുമുട്ടാതിരിക്കാൻ ശ്രമിക്കാം. പൊയ്ക്കോ എന്നും പറഞ്ഞ് അനന്തൻ കാറ്റുപോലെ അകത്തേക്ക് പാഞ്ഞു പോയതും അയാളുടെ അവസ്ഥ ഓർത്ത് വർഷക്ക് നല്ല വിഷമം തോന്നി. വിഷമം കൊണ്ട് അയാളോട് പറഞ്ഞതൊക്കെയും കുറച്ച് കൂടിപ്പോയെന്ന് അവൾക്ക് തോന്നിയത് കൊണ്ടാവാം അവൾ മേഘയെ അവിടെ നിർത്തി അയാളെ അന്വേഷിച്ച് അകത്തെ മുറി ലക്ഷ്യം വെച്ച് നടന്നത്. അകത്തെ മുറിയിലെ ബെഡിൽ കണ്ണടച്ച് കിടക്കുന്ന അയാളുടെ കയ്യിൽ തൊട്ട് അവൾ പതുക്കെ വിളിച്ചു, അച്ഛാ. അച്ഛാ എന്നുള്ള ആ വിളിയിൽ അനന്തൻ സർവ്വതും വിസ്മരിച്ച് അവളെ നോക്കിപ്പോയിരുന്നു. അയാളുടെ കണ്ണിൽ നനവ് പടർന്നിരുന്നുവെങ്കിലും വീണ്ടും ഗൗരവത്തിൻ്റെ മുഖമോടി അണിഞ്ഞു അനന്തൻ ചോദിച്ചു, അച്ഛനോ? ഞാനെങ്ങനെ നിനക്ക് അച്ഛനാവും? എൻ്റെ അച്ചേട്ടൻ്റെ അച്ഛൻ എനിക്ക് അച്ഛൻ തന്നെയാ. ഇത്രയും നേരം ഞാൻ അങ്ങനെയൊക്കെയും സംസാരിച്ചത് പേടിയും സങ്കടവും കൊണ്ടാ. സ്നേഹിക്കുന്നവർ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അതെത്ര കഠിനമാണെന്ന് അച്ഛൻ അനുഭവിച്ചറിഞ്ഞതല്ലേ. എന്നോട് ദേഷ്യം തോന്നല്ലേ. വേണേ എൻ്റെ സ്വാർത്ഥത കൊണ്ടാണെന്ന് തന്നെ കരുതിക്കോ. എൻ്റെ മുന്നിൽ വേറെ വഴിയില്ല. അച്ഛന് മകനെ എപ്പോൾ വേണേലും കാണാമല്ലോ. നിങ്ങളുടെ കഥ അറിഞ്ഞാൽ നിങ്ങൾ അച്ഛൻ്റെ കൂട്ടുകാരനായിരുന്നു എന്നറിഞ്ഞാൽ ആ ചേട്ടന് നിങ്ങളുടെ ദേഷ്യമൊക്കെയും പോവില്ലേ. നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ കണ്ടുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കാമല്ലോ. പഴയതൊക്കെ മറന്ന് അച്ഛനോട് ആ പഴയ സൗഹൃദം കാണിച്ചൂടെ? പിന്നെ മരുമകളായിട്ടല്ല മകളായിട്ട് തന്നെ എന്തിനും ഏതിനും ഞാനും ദേ പുറത്ത് നിൽക്കുന്ന അവളുണ്ടാവും. എല്ലാം മറന്ന് ഇനിയുള്ള കാലം അങ്ങനെ ജീവിച്ചൂടെ? വർഷ പറഞ്ഞതൊക്കെയും കേട്ടതും അയാളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഇത്രയും നേരം തന്നോട് വീറും വാശിയോടും കൂടി പലർക്കും വേണ്ടി വാദിച്ച പെണ്ണ് തന്നെയാണോ ഇതെന്ന് അയാൾ ചിന്തിച്ചു പോയി. അയാൾ അവളുടെ കവിളിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു, വേണ്ട കുട്ടി, അതൊന്നും ശരിയാവില്ല. എൻ്റെ കൂടെയുള്ള ജീവിതം നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയുള്ളൂ. കൊലപ്പുള്ളി എന്നും കൊലപ്പുള്ളി തന്നെയാ. ഇനി മുന്നോട്ടുള്ള എൻ്റെ ജീവിതം എന്തായിരിക്കുന്നു എനിക്ക് പോലും നിശ്ചയമില്ല. അതുകൊണ്ട് ഒന്നും വേണ്ട. ഞാൻ പോവേണ്ടവനാണ്, പോവുക തന്നെ വേണം. മോൾക്ക് എന്നോടിത് പറയാൻ തോന്നിയല്ലോ, അത് തന്നെ ധാരാളം. അച്ഛാ പ്ലീസ്, ഞാനൊന്ന് പറയുന്നതൊന്ന് കേൾക്ക്. വേണ്ട കുട്ടി, ഒന്നും വേണ്ട. കുട്ടി പോയിക്കോളൂ. പിന്നീട് ഒരു അരമണിക്കൂർ നേരം വർഷയും അയാളും തമ്മിലുള്ള സംഭാഷണം നീണ്ടു. വർഷ അയാളെ പലതും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇതേ സമയം മേഘയെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്ന ഉദ്ദേശത്തോടെ നടക്കുന്ന രാഹുൽ അനന്തൻ്റെ സഹായം ചോദിക്കാനാണ് അങ്ങോട്ട് വന്നത്. ശബ്ദം ഉണ്ടാക്കാതെ അവൻ അകത്തേക്ക് നടന്നതും അകത്തെ മുറിയിൽ മേഘയെ കണ്ടതും ആഗ്രഹിച്ചതെന്തോ സ്വന്തമാവാൻ പോകുന്ന അഭാവമായിരുന്നു അവനിൽ. അവൻ്റെ ചുണ്ടിൽ ക്രൂരമായ ചിരി വിരിഞ്ഞു, ഒപ്പം വിഹാനോടുള്ള പകയും. ശബ്ദം ഉണ്ടാക്കാതെ പിന്നിലൂടെ ചെന്ന് അവളുടെ വായ പൊത്തിപ്പിടിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒരു മുറിയിൽ കയറി ഡോർ ലോക്ക് ചെയ്തതും എന്താണ് സംഭവിച്ചതെന്നറിയാതെ മേഘ തന്നിൽ പിടിമുറുക്കി അവൻ്റെ മുഖം കാണാൻ വേണ്ടി തല ചെരിച്ചൊന്ന് നോക്കി. അത് രാഹുലാണെന്ന് തിരിച്ചറിഞ്ഞതും മേഘയുടെ മുഖം ഭയത്താൽ വിറകൊള്ളുന്നുണ്ടായിരുന്നു. അവന്റെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും മേഘയെ കൂടുതൽ തളർത്തി. അവന്റെ കൈകരുത്തിന് മുന്നിൽ ഒന്നനങ്ങാനോ ഉച്ചവെക്കാനോ അവൾക്കായില്ല. മേഘയെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്ന ഒരു ലക്ഷ്യത്തോടെ നടന്നിരുന്ന രാഹുൽ തന്റെ പോക്കറ്റിൽ കിടന്ന പ്ലാസ്റ്റർ എടുത്ത് അവളുടെ വായക്കൊട്ടിച്ചു. അവളുടെ ഇരുകൈയും പിന്നിലോട്ട് കൂട്ടിപ്പിടിച്ചു. അവളോട് ചേർന്ന് നിന്നതും അവൾക്ക് അവനോട് അറപ്പും വെറുപ്പും തോന്നി. അവൾ കുതറി മാറാൻ ആവുന്നത്ര ശ്രമിച്ചുവെങ്കിലും പറ്റുന്നുണ്ടായിരുന്നില്ല.
രാഹുൽ തൻ്റെ ഫോണെടുത്ത് ഇരുവരെയും കാണുന്ന തരത്തിൽ പിടിച്ചു വിഹാൻ്റെ നമ്പറിലേക്ക് വീഡിയോ കോൾ ചെയ്തു. ഇതേ സമയം വിഹാനും നിരഞ്ജനും ടൗണിൽ നിന്ന് കുറച്ചകലെയുള്ള ഒരു ഉൾപ്രദേശത്തായിരുന്നു ഉണ്ടായിരുന്നത്. മെഡിക്കൽ ക്യാമ്പിൻ്റെ ഭാഗമായി തൻ്റെ കാറിൽ യാത്ര തിരിച്ച നിരഞ്ജൻ്റെ വണ്ടിക്ക് പെട്ടെന്ന് എന്തോ തകരാർ സംഭവിക്കുകയായിരുന്നു. അടുത്തൊന്നും ഒരു വർക്ക്ഷോപ്പോ മറ്റോ ഒന്നും ഇല്ലാതെ വന്നപ്പോൾ അവൻ വിഹാനെ വിളിച്ച് കാര്യം പറയുകയായിരുന്നു. തൻ്റെ വണ്ടി നേരെയാക്കി അവിടെ എത്തുമ്പോഴേക്കും ഒരുപാട് ലേറ്റാവും, അതിന് ആ വിഹാൻ്റെ കാർ എടുത്ത് അങ്ങോട്ട് പോവാം എന്നൊരു ഉദ്ദേശത്തോടെയായിരുന്നു നിരഞ്ജൻ അവനെ വിളിച്ചു വരുത്തിയത്. ഹോസ്പിറ്റലിലെ ബാക്കിയുള്ള കുറച്ച് ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെയും ക്യാമ്പ് നടക്കുന്ന പ്രദേശത്തേക്ക് എത്തിയിരുന്നു എന്നത് അവന് കുറച്ച് ആശ്വാസം നൽകി. ഈ സമയത്താണ് വിഹാൻ്റെ നമ്പറിലേക്ക് ഒരു കോൾ വരുന്നത്. പോക്കറ്റിൽ കിടക്കുന്ന ഫോൺ എടുത്ത് നോക്കിയതും ഡിസ്പ്ലേയിൽ രാഹുൽ എന്ന പേര് കണ്ട് ആദ്യം കോൾ എടുക്കണ്ട എന്ന് കരുതിയെങ്കിലും അവൻ തന്നെ വീഡിയോ കോൾ ചെയ്തത് എന്തിനാവും എന്ന ഉദ്ദേശത്തോടെ വിഹാൻ കോൾ അറ്റൻഡ് ചെയ്തു. മേഘയോട് ചേർന്ന് നിൽക്കുന്ന രാഹുലിനെ കണ്ടതും വിഹാൻ്റെ മുഖം വലിഞ്ഞു മുറുകി. യു ബാസ്റ്റേഡ്! വിഹാൻ തൻ്റെ രോഷം വാക്കുകളിലൂടെ പ്രകടമാക്കി. അവളുടെ മുടിയിലേക്ക് മുഖം അടുപ്പിച്ചു. അവളുടെ മുടിയുടെ ഗന്ധം ആസ്വദിക്കുന്നവനെ കണ്ടതും വിഹാൻ കണ്ണുകൾ ഇറുകെ പൂട്ടി. നിനക്ക് നോവുന്നുണ്ടല്ലേ? ഇപ്പോഴേ ഇങ്ങനെ നൊന്താൽ എങ്ങനെയാ? അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിയുമ്പോൾ നിന്റെ അവസ്ഥ എന്തായിരിക്കും? രാഹുലിൻ്റെ ശബ്ദം കേട്ട് വിഹാൻ കണ്ണു തുറന്ന് ഫോണിലേക്ക് വീണ്ടും ദൃഷ്ടി പതിപ്പിച്ചപ്പോൾ കണ്ണു നിറച്ച് തന്നെ നോക്കുന്ന പെണ്ണിൻ്റെ മുഖം അവനെ തളർത്തി. വിഹാൻ്റെ അന്നേരത്തെ അവസ്ഥ മേഘയെ കൂടുതൽ ദുഃഖത്തിൽ ആഴ്ത്തി. രാഹുൽ, അവളെ വിട്ടേക്ക്. അവളൊന്നും ചെയ്യരുത്. നിനക്കെന്താ വേണ്ടേ? മറ്റെന്തും തരാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ജീവൻ വേണേലും നീ എടുത്തോ. പ്ലീസ് അവളെ വിട്ടേക്ക്. എനിക്ക് വേണ്ടത് നിന്റെ ജീവനല്ല, നിന്റെ ജീവൻ്റെ ജീവനായ ഇവളെയാണ്. ഇതാ നീ കാണ്. അതും പറഞ്ഞ രാഹുൽ അവളുടെ ഡ്രസ്സിൻ്റെ കൈ പറിച്ചു വലിച്ചതും വിഹാൻ ദേഷ്യം കൊണ്ട് തൻ്റെ ഫോൺ എറിഞ്ഞുടച്ചിരുന്നു. ഫോൺ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് നിരഞ്ജൻ അങ്ങോട്ട് വന്നത്. കാര്യം തിരക്കിയ നിരഞ്ജനെ കെട്ടിപ്പിടിച്ച് കരയുന്ന വിഹാനെ കണ്ടതും നിരഞ്ജൻ തകർന്നു പോയിരുന്നു. എൻ്റെ അനിയൻ അങ്ങനെ കരയുന്നത് അവൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവനോട് സാവധാനത്തിൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. വിഹാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നിരഞ്ജൻ ഒരു നിമിഷം തറഞ്ഞു നിന്നു. നിരഞ്ജൻ തൻ്റെ ഫോൺ എടുത്ത് ACP അജിനെ വിളിച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കുകയും രാഹുലിൻ്റെ സിം കാർഡ് ലൊക്കേഷൻ ട്രേസ് ചെയ്ത് തനിക്ക് സെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് വിഹാൻ വന്ന കാറും എടുത്ത് വിഹാനുമായി അവിടെ നിന്ന് യാത്ര തിരിച്ചു. കുറച്ചു നേരത്തിന് ശേഷം അജിൻ തിരിച്ചു വിളിച്ചു. ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ടുണ്ടെന്നും അത് നിരഞ്ജൻ്റെ ഫോണിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടെന്നും താനും എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോവുകയാണെന്നും തനിക്ക് അവിടെ എത്താൻ മിനിമം 45 മിനിറ്റെങ്കിലും എടുക്കും എന്ന് അജിൻ പറഞ്ഞപ്പോൾ അതുവരേക്കും മേഘയ്ക്ക് ഒന്നും പറ്റല്ലേ എന്ന് നിരഞ്ജൻ മനസ്സുരുക്കി പ്രാർത്ഥിക്കുകയായിരുന്നു. അജിൻ അയച്ച ലൊക്കേഷനിലെത്താൻ തങ്ങൾക്ക് 1.5 മണിക്കൂർ എടുക്കുമെന്നറിഞ്ഞ നിരഞ്ജൻ്റെ മനസ്സിലേക്ക് വർഷയുടെ മുഖം ഓടിയെത്തിയതും അവൻ വർഷയുടെ നമ്പറിലേക്ക് വിളിച്ചു. അന്നേരം ഫോൺ അറ്റൻഡ് ചെയ്തത് രേഖാമ്മയും. വർഷയും മേഘയും ചെറുതായി ചുറ്റിയടിച്ച് വരാമെന്ന് പറഞ്ഞ് പോയതാണെന്നും ഫോൺ എടുക്കാൻ മറന്നതാവാം എന്ന് അമ്മ പറഞ്ഞതും നിരഞ്ജൻ അവരോട് കൂടുതലൊന്നും പറയാൻ നിന്നില്ല. പെട്ടെന്ന് കോൾ അവസാനിപ്പിച്ചു. വിഹാനെ കാണുന്തോറും നിരഞ്ജൻ്റെ ഉള്ളിൽ വേദന നിറയുകയായിരുന്നു. നിരഞ്ജൻ്റെ വണ്ടി ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു. അവിടുന്ന് 1/2 മണിക്കൂർ കഴിയുമ്പോഴാണ് അജിൻ നിരഞ്ജനെ വീണ്ടും വിളിക്കുന്നത്. ഹലോ അജിൻ, താൻ അവിടെ എത്തിയോ? ഇല്ല, എത്തുന്നതേ ഉള്ളൂ. അജിൻ പ്ലീസ് എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്തേ മതിയാവൂ. അവനെ വെറുതെ വിടരുത്, കൊന്നു കളഞ്ഞേക്ക്. നിരഞ്ജൻ്റെ ഉള്ളിൽ രാഹുലിനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. അത് പറയാനാണ് ഞാൻ വിളിച്ചത്. അവനെ കൊന്നു കളഞ്ഞു. കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപേ രാഹുൽ കൊല്ലപ്പെട്ടു. കൊന്നത് അനന്തനാരായണൻ. വാട്ട്? നിരഞ്ജൻ അജിൻ പറഞ്ഞത് വിശ്വസിക്കാനായില്ല. യെസ്, ഹീസ് നോ മോർ. അപ്പോൾ മേഘ, അവൾക്കൊന്നും പറ്റിയില്ലല്ലോ. അവൾ എവിടെയാണുള്ളത്? അതൊന്നും എനിക്കറിയില്ല. അനന്തനാരായണൻ എന്നെ ഇങ്ങോട്ട് വിളിച്ച് പറയുകയായിരുന്നു. അയാൾ രാഹുൽ എന്നൊരാളെ കൊന്നുവെന്നും കൊല നടന്ന ലൊക്കേഷൻ അയച്ചിട്ടുണ്ടെന്നും അയാൾ കീഴടങ്ങാൻ തയ്യാറാണെന്നും. കൂടുതലൊന്നും അയാൾ പറഞ്ഞില്ല. അനന്തൻ അയച്ച ലൊക്കേഷനും നമ്മൾ അന്വേഷിച്ചിറങ്ങിയ ലൊക്കേഷനും ഒന്ന് തന്നെയാണ്. ഇനി ബാക്കിയൊക്കെയും അവിടെ എത്തിയതിനു ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഇത്രയും പറഞ്ഞ് അജിൻ കോൾ അവസാനിപ്പിച്ചു. നിരഞ്ജൻ അജിൻ പറഞ്ഞ കാര്യങ്ങൾക്കെയും വിഹാനെ അറിയിച്ചു. എന്തായിരിക്കാം അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? മേഘയ്ക്ക് എന്ത് പറ്റി? വർഷയും മേഘയും എന്തിനാണ് അയാൾ അന്വേഷിച്ച് അങ്ങോട്ട് പോയത്? തങ്ങളുടെ ശത്രുവായ അനന്തൻ എന്തിന് മേഘയ്ക്ക് വേണ്ടി രാഹുലിനെ കൊന്നു? ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുമായി നിരഞ്ജൻ വിഹാനുമായി ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു.